നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുഭവിക്കുന്ന വലിയ നഷ്ടവും വോട്ട് ചോർച്ചയും നാം കാണുന്നുണ്ട്. എങ്ങനെയാണ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇടതുമുന്നണി ഇത്ര വലിയ പരാജയം നേരിട്ടത് എന്ന കാര്യം CPIM-ഉം CPIM-ന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയും പരിശോധിക്കാനിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ CPIM-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. PBയും വിശദമായ പരിശോധന ഈ തോൽവിയിൽ വേണം എന്ന നിലപാടിലാണ്. അതിനിടെ പല കോണുകളിൽ നിന്ന് പല നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ CPIM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. G. സുധാകരനെ പോലുള്ള ആളുകൾ കുറച്ചുകൂടി കണിച്ച സ്വഭാവത്തിൽ പാർട്ടിയെ വിമർശനാത്മകമായി സമീപിക്കുന്നു. MV ജയരാജൻ CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും കണ്ണൂരിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന നേതാവ് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ സംസാരിക്കവേ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയൊക്കെ പാർട്ടിക്കും മുന്നണിക്കും പരിക്ക് പറ്റി എന്ന് പറയുകയാണ്. പോരാളി ഷാജി എന്നും മറ്റും പേരുള്ള ഗ്രൂപ്പുകൾ അതിൻ്റെ തലപ്പത്തുള്ള ആളുകളെ പ്രതിപക്ഷ ചേരി വാടകയ്ക്കെടുത്ത് പാർട്ടിക്കെതിരെ പ്രവർത്തിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലും വിമർശനവും. അതേസമയം പോരാളി ഷാജിയുടെ പേജിൽ തന്നെ അതിന് മറുപടിയും വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് പാർട്ടിയോട് കൂറില്ലായ്മയില്ല, ബിനാമി ബിസിനസ് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സന്ധി ചെയ്യേണ്ട കാര്യമില്ല എന്ന മട്ടിലുള്ള വളരെ പരിധി കവിഞ്ഞ വിമർശന സ്വഭാവത്തിൽ ആക്ഷേപരൂപത്തിലുള്ള മറുപടിയാണ് അവരുടെ പേജിൽ ഇന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നാം ഇന്ന് പരിശോധിക്കുന്നത് CPIM-ന്റെ ഇടതുപക്ഷ മുന്നണിയുടെ പരാജയത്തിൻ്റെ കാരണത്തെ ശരിയാവണ്ണം പരിശോധിക്കാൻ ആ പാർട്ടിയും മുന്നണിയും തയ്യാറാകുന്നുണ്ടോ? മൗലികമായ വിഷയങ്ങളിലേക്ക്, അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക്, ശരിയായ കാരണങ്ങളിലേക്കാണോ ആ പാർട്ടി സഞ്ചരിക്കുന്നത്? അതോ പോരാളി ഷാജി പോലെയുള്ള ദുർബലമായ വിഷയങ്ങൾ അത് കുരുങ്ങിക്കിടക്കുകയാണോ? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ സത്യത്തിൽ വലിയ പരാജയം ഇടതുപക്ഷം നേരിട്ടോ? ഇത്തരം ഗ്രൂപ്പുകൾ, പേജുകൾ അതിന് കാരണക്കാരായിട്ടുണ്ടോ? ഈ വിഷയം സംസാരിക്കാൻ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, മുതിർന്ന CPIM നേതാവ്, മാധ്യമപ്രവർത്തകനായ ശ്രീ ആനന്ദ് കൊച്ചുകുടി, നിരീക്ഷകനായ ശ്രീ മുഹമ്മദ് ഹനീഫ എന്നിവരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, സത്യത്തിൽ ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയ ഗഹനമായ ചർച്ച നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഗൗരവതരമായ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയും ചെയ്യും. അവിടെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും പോരാളി ഷാജി എന്നുമൊക്കെ പറയുന്നത് സത്യത്തിൽ വിഷയത്തിൽ നിന്ന് തെന്നി മാറലാണോ, അതോ നിങ്ങൾ കനപ്പെട്ട പ്രശ്നം സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടോ? നമുക്ക് ഈ ചർച്ചയിൽ ആദ്യമേ തന്നെ കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടിയുടെ കേന്ദ്ര കാരണങ്ങളിലേക്ക് പോകാം. ആ കേന്ദ്ര കാരണത്തെ മാറ്റി നിർത്തി നമ്മൾ പെരിഫറിയിലുള്ള കുറേ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വസ്തുത ഉണ്ടാകാം, ശരിയുണ്ടാകാം. അപ്പോൾ യാഥാർത്ഥ്യത്തെ ശരിയായി മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടി എന്ന യാഥാർത്ഥ്യത്തിൻ്റെ കേന്ദ്ര കാരണത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. എന്താ കേന്ദ്ര കാരണം? ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൻ്റെയും PBയുടെയൊക്കെ പ്രഥമ പ്രതികരണത്തിൽ വന്നിരിക്കുന്ന സൂചനയുണ്ട്. എന്താണത്? ഇടതുപക്ഷം ഈ പ്രാവശ്യം മത്സരിച്ചത് ദേശീയ തലത്തിൽ BJPയെ പുറന്തള്ളാനുള്ള ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ്. എന്നാൽ ദേശീയ തലത്തിൽ ഇന്ത്യ ബ്ലോക്കിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റുമുട്ടേണ്ടി വന്നത്. ഇതിലൊരു വൈരുദ്ധ്യമുണ്ട്. ഈ വൈരുദ്ധ്യം എളുപ്പം നിർദ്ധാരണം ചെയ്യാവുന്നതല്ല. അത് നിഷാദിനറിയാം. ചരിത്രപരമായി കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചേരിതിരിവ് എന്ന് പറയുന്നത് UDFും LDFും ആയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും LDFും UDFും ഒന്നിക്കുന്നൊരു ഘട്ടത്തിൽ BJP പ്രധാന എതിരാളിയായിട്ട് വരും എന്നതുപോലുള്ള ഒരുപാട് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദേശീയ തലത്തിലെടുക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മത്സരം കേരളത്തിൽ നടത്തേണ്ടി വന്നു. UDFും LDFും മത്സരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPയെ പുറന്തള്ളുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായ ആ കാര്യത്തിൽ ഏറ്റവും ശക്തമായ അവബോധ നിർമ്മിതി നടത്തിയത് കോൺഗ്രസ്സുകാരല്ല, UDFനെ നയിച്ച കോൺഗ്രസ്സുകാരല്ല, ഇടതുപക്ഷമാണ്. BJP ഉയർത്തുന്ന ഭീഷണി, അവരുടെ കോർപ്പറേറ്റ് അജണ്ട, അവരുടെ വർഗീയ അജണ്ട, അവരുണ്ടാക്കുന്ന വിഭജനവും വിദ്വേഷവും അതെല്ലാം തന്നെ നമ്മുടെ രാഷ്ട്രഘടനയെ തന്നെ തകർത്ത് ഒരു മതരാഷ്ട്രത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം. ഈ കാര്യങ്ങളെക്കുറിച്ച് കേരളീയ സമൂഹത്തോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഇടതുപക്ഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളം പോലെ ഒരു സമൂഹത്തിനകത്ത് BJPയെ പുറന്തള്ളണം എന്ന വികാരം ശക്തമാണ്. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ശക്തമാണ്, മറ്റ് ജനസമൂഹങ്ങൾക്കകത്തെല്ലാം അത് ശക്തമാണ്. അതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും കേരളത്തിലുണ്ടായി. എന്താണ്, ജനങ്ങൾ വളരെ വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചപ്പോൾ എന്താണ്, BJPയെ പുറന്തള്ളാൻ കോൺഗ്രസ് ഗവൺമെൻറ് രൂപീകരിക്കണം. അതാ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം കോൺഗ്രസ്സാണ്. 2019 എന്ന പോലെ കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു ഷിഫ്റ്റ് വോട്ടർമാരുടെ ഇടയിലുണ്ടായി. അതിൻ്റെ അർത്ഥം എന്താണ്? CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അടിത്തറ ചോർന്നു എന്നല്ല,
ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം 1977 മുതൽ തന്നെ എടുത്താൽ മതി. LDF UDF ആയിട്ട് ഇന്ത്യയിൽ കേരളത്തിൽ രാഷ്ട്രീയ ചേരികൾ രൂപപ്പെട്ട കാലഘട്ടം മുതൽ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്താണ് എപ്പോഴും ഒരു മേൽക്കൈ കോൺഗ്രസ്സിന് കിട്ടാറുണ്ട്. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ച് നടക്കുന്ന ഘട്ടത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം നിയമസഭയിലേക്ക് ജയിച്ചു കയറുമ്പോൾ ചിലപ്പോൾ എന്താണ് പകുതിയോളം സീറ്റുകൾ അപ്പോഴും കോൺഗ്രസ്സുകാർ കിട്ടാറുണ്ട്. അപ്പോൾ അതെന്താണ് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് മലയാളിയുടെ വളരെ അത് കൺവിൻസിംഗ് ആണ്, കൺവിൻസിംഗ് ആണ്, തർക്കമില്ല. ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന നടക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നത് തർക്കമില്ലാത്ത സംഗതിയാണ്. പക്ഷെ മറിച്ചും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മൗലികമായ കാരണത്തിലേക്ക് നാം പോവേണ്ടതുണ്ട്. മൗലികമായ കാരണം CPIM-ഉം ഇടതുമുന്നണിയും ഇങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ മറ്റെല്ലാ സംഗതികളും തുലവും നിസ്സാരമായ കാര്യങ്ങളാണ്. അതിനുവേണ്ടി നമ്മൾ കൂടുതൽ സമയം കളയേണ്ടതില്ല എന്ന ഒരു നിസ്സാരഭാവത്തിലേക്ക് നിങ്ങൾ വന്നോ? അല്ല നിഷാദേ, കേന്ദ്ര കാരണത്തെ നമ്മൾ ഒരു രാഷ്ട്രീയത്തിൽ എപ്പോഴും അങ്ങനെയാണ്. ഒരു സംഭവത്തെ, ഒരു തോൽവിയെ, ഒരു പരാജയത്തെ, ഒരു തിരിച്ചടിയത്തെ നിർണ്ണയിച്ച കേന്ദ്ര കാരണത്തിലേക്ക് പോകുമ്പോൾ ആ കേന്ദ്ര കാരണം മാത്രമല്ല, ആ കേന്ദ്ര കാരണത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം. അത് ചിലപ്പോൾ ഭരണവിരുദ്ധ വികാരമാകാം, ചിലപ്പോൾ സ്ഥാനാർത്ഥിയുടെ പ്രശ്നമാകാം, ചിലപ്പോൾ എതിരാളികൾ ഞങ്ങൾക്കെതിരായി നടത്തിയ പ്രചണ്ഡമായ പ്രചരണം, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടന്ന പ്രചണ്ഡമായ പ്രചരണം, അത് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ എന്താണ് ഈ കർമ്മ ന്യൂസ് വരെയുള്ള ആളുകൾ ഇവിടെ ഹെയ്റ്റ് പൊളിറ്റിക്സ് ഉണ്ടാക്കുന്ന ആർക്കെതിരായിട്ടാണ്? മുസ്ലിം സമുദായത്തെക്കാളേറെ CPM-നെതിരായിട്ടാണ്. കാരണം ന്യൂനപക്ഷ പ്രശ്നങ്ങളിൽ ഭരണഘടനാപരമായ ന്യൂനപക്ഷങ്ങളുടെ പരിരക്ഷ ഉയർത്തിപ്പിടിക്കുകയോ അതിനെതിരായിട്ട് എല്ലാ കാലത്തും ഉണ്ടാകുന്ന നീക്കങ്ങളെ അത്രയും എനിക്ക് മനസ്സിലായി. കേട്ടി, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഹെയ്റ്റ് പൊളിറ്റിക്സിന്റെ ഒരു വിളനിലമാക്കി കേരളത്തെ മാറ്റിയല്ലോ, അതിൻ്റെ ഇരകൾ ഞങ്ങളാണല്ലോ എന്ന്. ഹെയ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിയമപരമായി അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്കെതിരെ, കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ വസ്തുതകളുടെ പിൻബലമില്ലാത്ത വ്യാജങ്ങൾ, വെറുപ്പുകൾ പ്രസരിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായി ഇത് മാറിപ്പോയി എന്ന് വേദന താങ്കൾ കൂടി പങ്കുവയ്ക്കുകയാണ്. അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിൽ, നിയമപരമായി പ്രതിരോധിക്കുന്നതിൽ, അധികാരം ഉപയോഗിച്ച് പ്രതിരോധിക്കുന്നതിൽ അടക്കമുണ്ടായ വീഴ്ച, ആ വീഴ്ച കൂടി ഈ ആഘാതത്തിൻ്റെ ബലം കൂട്ടിയില്ലേ കേട്ടി? അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിക്കാനിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ വളരെ കോൺഷ്യസ് ആയിട്ട് വലിയ രീതിയിലുള്ള മൂലധന പിന്തുണയുള്ള ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമ രംഗത്ത്. അത്തരം ഗ്രൂപ്പുകൾ എന്താണ് അതാത് ഘട്ടത്തിൽ പർച്ചേസ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അതും നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷ്മമായി തന്നെ, ആത്മവിമർശനപരമായി തന്നെ ഈ വിഷയങ്ങളെല്ലാം പരിശോധിക്കുക എന്നതാണ്, തിരുത്തി പോവുക എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി എന്താണ്? ഇടതുപക്ഷത്തിന് തിരിച്ചടിയുണ്ടായോ, കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കിട്ടിയോ എന്നതിലപ്പുറത്ത് ഇവിടെ എന്താണ്, കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രവുമായി ഒരു കാരണവശാലും ബന്ധമില്ലാത്ത ആര്യ വർണ്ണ വംശാഭിമാനത്തിൻ്റെതായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് ബ്രാഹ്മണനായി ജനിക്കണം എന്ന് അഭിമാനപൂർവ്വം ആളുകളോട് പറയുന്ന നാണം കെട്ട ആളുകൾ കേരളീയ സമൂഹത്തിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് ലോകസഭയെ പ്രതിനിധീകരിക്കുകയാണ്. അല്ല, അത് കേരളം ആലോചിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് മോർ റെസ്പോൺസിബിലിറ്റി ആ കാര്യത്തിൽ രാഷ്ട്രീയ കക്ഷികൾ നിലയ്ക്കുണ്ട് താനും. കേട്ടി, ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറഞ്ഞ മൗലികമായ കാരണം, കേന്ദ്ര കാരണം അവിടെ നിൽക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ഘടകങ്ങളുണ്ടാവും. കാരണം ഇത്ര വലിയ തോൽവി ഉണ്ടാവുന്നത് പല ഘടകങ്ങളുടെ ഒരു സംയോജനം കൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഒരു പ്രധാനപ്പെട്ട പോയിന്റായ ആളുകൾ ഉന്നയിക്കുന്ന ഒന്നാണ്. അതുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുമോ, അതോ നിങ്ങൾക്കത് പരിശോധിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം ഭരണവിരുദ്ധ വികാരം താഴെത്തട്ടിലുണ്ടെങ്കിൽ അതൊരു തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല CPIM-നെ പോലൊരു പാർട്ടിക്ക് അത് മനസ്സിലാവാൻ. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ തോതിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPIM. ഭരണത്തിനെതിരായ ആളുകൾക്ക് വികാരമുണ്ടോ, ഭരണത്തോട് ആളുകൾക്ക് വിപ്രതിപത്തി ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം CPM-ന് ഇല്ലല്ലോ. അപ്പോൾ അതുണ്ടെങ്കിൽ CPM-ന് നേരത്തെ മനസ്സിലായിട്ടുള്ള സംഗതിയാണ്. അതിനകത്തൊരു ഓഡിറ്റിലേക്ക് പോകാൻ കഴിയാത്ത പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ചുവട് പിടിച്ചത് ചെയ്യാൻ കഴിയും എന്ന് നിഷ്കളങ്കമായി ഞാൻ വിചാരിക്കുന്നില്ല കേട്ടി. അല്ല, നമ്മൾ 2019 എനിക്ക് തോന്നുന്നു നിഷാദും ഞാനും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. 2019 നമ്മളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങളെപ്പോലൊരു പാർട്ടിക്ക് അതിൻ്റെ ഉൾപാർട്ടി ഘടന, നിഷാദിന് അത് മനസ്സിലാവുന്ന ഞാൻ മനസ്സിലാക്കും, അതിൻ്റെ ഉൾപാർട്ടി ഘടന ഏത് അപകടകരമായ അപജയത്തെയും പ്രവണതകളെയും തിരുത്തി മുന്നോട്ട് പോകാൻ പ്രത്യയശാസ്ത്രപരമായി ഞങ്ങളെയെല്ലാം സന്നദ്ധമാക്കുന്നതാണ്. അത് വളരെ ഉപരിപ്ലവ തരത്തിലുള്ള ആരുടെയെങ്കിലും പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും പരിശോധിക്കണത്തില്ല. ആഴത്തിലത് പരിശോധിക്കപ്പെടും. ജനങ്ങളിലേക്കുണ്ടായ അപ്രിയം, ആ അപ്രിയത്തെ നമ്മൾ കാണേണ്ടത് എന്താണ്?
കേന്ദ്ര സർക്കാർ കേരളം പോലൊരു സംസ്ഥാനത്തോട് നമ്മുടെ ഒരു ഫെഡറൽ ഘടനയെ തന്നെ നിഷേധിക്കുകയും സംസ്ഥാനങ്ങൾക്കുള്ള ധനക്കമ്മീഷൻ വിഹിതം ഉൾപ്പെടെ എല്ലാം വെട്ടിക്കുറക്കുകയും നിയമാനുസൃതമായി ലഭിക്കേണ്ട ഗ്രാൻറ്റുകളെല്ലാം കുടിശ്ശികയാക്കുകയും അതെല്ലാം തന്നെ എന്താണ് ഇടതുപക്ഷത്തിൻ്റെ ദൗർബല്യമാണ് എന്ന രീതിയിൽ BJPക്കാരും മാത്രമല്ലല്ലോ ഇവിടുത്തെ UDFകാരും പ്രചരിപ്പിച്ചു. അത്തരം പ്രചരണങ്ങളെ വേണ്ടത്ര രീതിയിൽ പ്രതിരോധിച്ച് ജനങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാക്കി കൊടുക്കുന്നതിൽ, ഇടതുപക്ഷ നിലപാടുകളിൽ കൃത്യത ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ടായിട്ടുണ്ട്. മെക്കാനിസം പ്രവർത്തിക്കുമെന്നാണ്. ഒരു കാര്യം കൂടി ചോദിച്ചാൽ അപ്പുറത്തേക്ക് കേട്ടി. ഇപ്പം ഇന്നിപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഈ പോരാളി ഷാജി എന്നൊക്കെ പേരുള്ള പേജുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ പോരാളി ഷാജി ഏതാണ്ട് 7-8 ലക്ഷം ആളുകൾ ഫോളോ ചെയ്യുന്ന ഫേസ്ബുക്കിലെ ഒരു പ്രൊഫൈലാണ്, ഒരു പേജാണ്. എന്ന് വെച്ചാൽ ചെറിയ ഒരു ഗ്രൂപ്പ് അല്ലാതെ. അപ്പോൾ അവരുടെ പൊതു സ്വഭാവം എടുത്താൽ CPIM-നെ പൂർണ്ണാർത്ഥത്തിൽ സംരക്ഷിക്കുകയും CPIM-ൻ്റെ രാഷ്ട്രീയ പരിപാടികൾ, ഭരണപരമായ പരിപാടികൾ എന്നിവയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിൻ്റെ പ്രചാരകരാവുക എന്നതാണ് അവർ സ്വീകരിച്ചു പോരുന്ന ഒരു നയം. അവർ കുഴപ്പമുണ്ടാക്കി എന്നൊക്കെ MP ജയരാജൻ പറയുന്നത് ഏത് ആസ്പെക്റ്റിലായിരിക്കും? നിലവിൽ പരാജയത്തിന് ശേഷം പാർട്ടി ആത്മപരിശോധന നടത്തണം, നമുക്ക് ഭരണത്തിലും നയത്തിലും ഒക്കെ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞെടുത്താവുമോ പാർട്ടിക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടാവുക? എന്ന് വെച്ചാൽ അസഹിഷ്ണുത പതിയെ പുറത്തു വരികയാണ് CPM-ൻ്റെ എന്ന് വിചാരിക്കട്ടെ. അങ്ങനെയല്ല അത് കാണേണ്ടത്. ഈ പോരാളി ഷാജി എന്ന് പറയുന്ന ഗ്രൂപ്പ് എനിക്കതറിയില്ല, പക്ഷേ എനിക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. നിരവധി സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ പ്രചാരമുള്ള നിരവധി ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ട്രോൾ റിപ്പബ്ലിക് TR എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ശൈലജ ടീച്ചർക്കെതിരായിട്ട് ഏറ്റവും അശ്ലീലകരമായ പ്രചരണം നടത്തിയ ഗ്രൂപ്പാണ്. ഇത് നേരത്തെയുള്ള ഒരു ഗ്രൂപ്പാണ്. പെട്ടെന്ന് അവിടെ UDF-ൻ്റെ സ്ഥാനാർത്ഥി വരുമ്പോൾ അയാളുടെ വിജയത്തിന് വേണ്ടി അവരത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. മറ്റു പലതരങ്ങളിൽ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ വ്യൂസുള്ള, ഫോളോവേഴ്സുള്ള ഇത്തരം ഗ്രൂപ്പുകൾ വലിയ രീതിയിൽ ഇവിടെ പർച്ചേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. MV ജയരാജൻ പറഞ്ഞത് അതാണ്. പല പേജുകളും, നമ്മുടേതെന്ന് തോന്നിക്കുന്ന പല പേജുകളും പർച്ചേസ് ചെയ്ത്, അതെനിക്കും അറിയാം, എനിക്കും വ്യക്തിപരമായിട്ട് ചില പേജുകളൊക്കെ പർച്ചേസ് ചെയ്യപ്പെട്ട കാര്യമൊക്കെ അറിയാം. അങ്ങനെ ചെയ്തിട്ട് എന്താണ് ഇടതുപക്ഷത്തിൻ്റെ അണികൾക്കിടയിൽ, ഇടതുപക്ഷ വിശ്വാസികൾക്കിടയിൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള, നിഷാദ് ഇവിടെ പറഞ്ഞപ്പോൾ പല കാര്യങ്ങളും ഇടതുപക്ഷത്തെ പ്രതിരോധിക്കാനൊക്കെ വരുന്ന ഇത്തരം പേജുകളിലൂടെ തങ്ങളുടെ പ്രചരണം അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള വിമർശനമൊക്കെ പലപ്പോഴും നടന്നിട്ടുണ്ട്. പക്ഷേ പരാജയത്തിൻ്റെ കാരണത്തെ അതിൽ ഒതുക്കി നിർത്തരുത്. അതും അതിൽ പങ്കുവഹിച്ചിട്ടുണ്ടാകാം. പക്ഷെ കേന്ദ്ര വിഷയത്തിലേക്ക് വരുമ്പോഴാണ് സപ്പോർട്ടീവായിട്ടുള്ള പല ഘടകങ്ങൾ കൂടി ഉണ്ടെന്ന് ഞാനൊന്ന് പറയാം. ആനന്ദ് കൊച്ചുകുടി, CPIM അതിൻ്റെ പരാജയത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഏതൊക്കെ ഘടകങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പോകണമെന്ന് വിചാരിക്കുന്ന ആളാണ് താങ്കൾ? അതിന് കൂടെ ഞാൻ ചോദിക്കുന്നത് അതിലേതിലേക്കൊക്കെ അവർക്ക് എത്ര പോകാൻ കഴിയും എന്നതുകൂടിയാണ്. അല്ല നിഷാദ്, നമുക്കറിയാം CPM ഇതിലൊരു ആത്മവിമർശനപരമായിട്ടുള്ള ഒരു അനാലിസിസ് നടത്താനുള്ള സാധ്യത കുറവാണ്. കാരണം ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ് അവരുടെ മാസ്കോട്ട്, അവരുടെ പോസ്റ്റർ ബോയ്. അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയനെ വെച്ച് തന്നെയാണ് വീണ്ടും ഒരു 3ാം പിണറായി സർക്കാർ എന്നൊക്കെ പറഞ്ഞായിരിക്കും അവർ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് പിണറായി വിജയൻ ഒരു അംഗത്തിന് കൂടി ബാല്യമുണ്ട് എന്നാണ് CPM-ൻ്റെ നേതാക്കൾ ഇപ്പോഴും കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ് അവർക്ക് ഇതിനെ തടുക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും വലിയൊരു തിരിച്ചടിയെ അങ്ങനെ ആത്മവിമർശനപരമായി സമീപിക്കാനുള്ള പരിമിതികളുണ്ട്. പിന്നെ പിണറായി വിജയനെതിരെ അങ്ങനെ പറഞ്ഞാൽ ഈ പാർട്ടിയിൽ അവരുടെ സ്ഥാനം, അതിപ്പോൾ ഗോവിന്ദൻ മാഷ് ആണെങ്കിൽ പോലും ഈ വീണ വിജയനെതിരായ കേസ് തെളിവ് സഹിതം പുറത്തു വന്നപ്പോഴും അതിനെ പിന്തുണയ്ക്കുന്ന സമീപനം ആണ് ഇവിടെ പാർട്ടി സെക്രട്ടറിയായ ഒരു തിരുത്തൽ ശക്തിയാകുമെന്ന് പഴയ CPM നേതാക്കളൊക്കെ, പഴയ VS പക്ഷക്കാരൊക്കെ, ഇപ്പോൾ പാർട്ടിക്ക് പുറത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഈ ഗോവിന്ദൻ മാഷ്. അദ്ദേഹം വന്നാൽ പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പഴയ VS പക്ഷക്കാരൊക്കെ അന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഗോവിന്ദൻ മാഷ് അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഈ പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയ ആ വിഷയം, മുഖ്യമന്ത്രിയുടെയും മകളുടെയും അഴിമതി, അത് പകൽ പോലെ എല്ലാവർക്കും വ്യക്തമാകുന്ന രീതിയിൽ രേഖകളടക്കം പുറത്തു വന്നപ്പോഴും അതിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് അവർ അംഗീകരിക്കുന്നത്? 2, ഈ തോൽവിയുടെ പ്രധാന ഉത്തരവാദിത്തം അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ ശൈലിയുടെയും, പണ്ട് കരുണാകരൻ്റെ ശൈലിയെക്കുറിച്ച് കരിങ്കാലി കരുണാകരൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നാട്ടിൽ വലിയ പ്രക്ഷോഭമുണ്ടാക്കിയ വിദ്യാർത്ഥി സംഘടനയുടെയും യുവജന സംഘടനയുടെയും ഒക്കെ നേതാക്കൾ ഇപ്പോൾ മന്ത്രിമാരൊക്കെ ആയിട്ട് വലിയ
രീതിയിൽ വിലസുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും ഇപ്പം നാവ് പൊന്തില്ല അവരുടെ പിണറായി വിജയനെതിരെ ഒന്ന് ശബ്ദിക്കാൻ. കാരണം പിണറായി വിജയനെതിരെ ശബ്ദിച്ചാൽ പിന്നെ അവരുടെ തന്നെ പാർട്ടിയിലെ സ്ഥാനമാനങ്ങൾക്ക് വലിയ കോട്ടം തട്ടും. പിണറായി വിജയനെ സുഖിപ്പിക്കുക, പിണറായി വിജയന് സ്തുതി പാടുക, പിണറായി വിജയൻ ആണ് ഈ എല്ലാത്തിൻ്റെയും അദ്ദേഹം ആണ് ഈ പാർട്ടിയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചാലക ശക്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് CPM ചെയ്യാൻ സാധ്യത. ഇനിയിപ്പോൾ നിഷാദ് ചോദിച്ച എന്തുകൊണ്ടാണ് CPM തോറ്റത്? ഈ പിണറായി വിജയന്റെ ശൈലിയും അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരവും ഒരു വശത്തുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ശ്രീ KT പറഞ്ഞ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. അതായത് ലോക്സഭയിലേക്ക് കോൺഗ്രസിന് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. 2004 പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. 2004 ഇവിടെ AK ആന്റണി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് കോൺഗ്രസിനെ സംപൂജ്യരാക്കി മുസ്ലിം ലീഗിന് ഒരു സീറ്റ് മാത്രം കൊടുത്ത് അവരുടെ കോട്ടയായ മഞ്ചേരി സീറ്റിൽ അവരെ തോൽപ്പിച്ചുകൊണ്ട് ഇവിടെ 19 LDFന്റെ അംഗങ്ങളെ ദില്ലിയിലേക്ക് അയച്ചിരുന്നു. അന്നും ഒരു NDA സ്ഥാനാർത്ഥി മൂവാറ്റുപുഴ ഞങ്ങളുടെ മണ്ഡലത്തിൽ PC തോമസ് ജയിച്ച ഒരു ചരിത്രം 2004 അതിനു മുൻപ് 1967 പനമ്പള്ളി ഗോവിന്ദൻ മേനോൻ മാത്രമാണ് അന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചത്. സപ്തകക്ഷി മുന്നണിയായിരുന്നു അന്ന് മറുവശത്തുണ്ടായിരുന്നത്. ബാക്കിയുള്ള സീറ്റുകളെല്ലാം സപ്തകക്ഷി മുന്നണി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളാണ് ജയിച്ചത് എന്നാണ് എൻ്റെ ഒരു ഊഹം. അത് തെറ്റാണെങ്കിൽ തിരുത്താം. പക്ഷേ എനിക്ക് ഏകദേശം ഉറപ്പാണ് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോഴും ചോദ്യം വീണ്ടും പിണറായി വിജയന്റെ ഈ സർക്കാരിന്റെ നയപരിപാടികളിലേക്കും ഈ ഭരണവിരുദ്ധ വികാരത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കുമാണ് വരുന്നത്. ഇവിടെ ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ LDFന്റെ ഇപ്പോഴത്തെ ദയനീയമായ പ്രകടനത്തിന് കാരണം എന്നുള്ളത് CPMന്റെ എല്ലാ നേതാക്കൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. അവർക്ക് പറയാൻ പറ്റില്ല. അത് ഭരണത്തിന്റെ കാര്യങ്ങൾ അവിടെ മാറ്റി നിർത്തിയാൽ തന്നെ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ CPM ഉപയോഗിച്ച അവരുടെ രാഷ്ട്രീയം, അവർ പറഞ്ഞ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ കുറെ കാലമായിട്ട് കേരളത്തിൽ നടത്തുന്ന അവർ പറയുന്ന രാഷ്ട്രീയം എല്ലാം നെഗറ്റീവ് രാഷ്ട്രീയമാണ്. അവർ പോസിറ്റീവായിട്ടൊന്നും പറയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഇവിടെ കേരളത്തിൽ UDFനെതിരെയാണ് അവർ കൂടുതലും അവരുടെ അസ്ത്രങ്ങൾ പ്രയോഗിച്ചത്. കേന്ദ്ര സർക്കാരിനെതിരെ അവർ കാര്യമായിട്ടൊന്നും പറയുന്നില്ലായിരുന്നു. പിണറായി വിജയൻ അടക്കം CPMന്റെ നേതാക്കളടക്കം ഇവിടെ കോൺഗ്രസ്സുകാർ നാളെ BJPയിലേക്ക് പോകും. കോൺഗ്രസ്സുകാർ BJPക്കുള്ള റിക്രൂട്ടിംഗ് ഏജന്റുമാരാണ്. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെല്ലാം ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഈ മൃദുസംഘികളാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു സ്ഥാപിക്കുക എന്നുള്ളതിനപ്പുറം CPM കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തിൽ എന്താണ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു തിരിച്ചടി കൂടി ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനത് അത് കൃത്യമായിട്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ അത് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. ഞാൻ വെള്ളാപ്പള്ളി പറഞ്ഞത് പോലെയുള്ള ഒരു കാര്യമല്ല പറയുന്നത്. പക്ഷേ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖനായ നേതാവ് MK മുനീർ പറഞ്ഞിരുന്നു. ഈ പ്രീണനം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് ചിലപ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്? ഇവിടെ വെള്ളാപ്പള്ളിയുടെ വിഷയം, വെള്ളാപ്പള്ളി ഒരു തികഞ്ഞ വർഗീയവാദിയാണ്. 2015 അന്ന് നൌഷാദ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അന്ന് ഒരു സഹായം അന്നത്തെ UDF സർക്കാർ ചെയ്തപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് VM സുധീരൻ അതിനെതിരെ പുറത്തു വന്ന് അദ്ദേഹത്തിനെതിരെ കേസെടുപ്പിച്ച കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് അദ്ദേഹം KPCC അധ്യക്ഷനാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടായിരിക്കാം MK മുനീർ ഈ പ്രീണനം വാക്കെടുത്തിട്ടത്? അദ്ദേഹം അത് എടുത്തിട്ടതിൻ്റെ കാര്യം ഇവിടെ മുസ്ലിം സമുദായങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് വാങ്ങിച്ച് ഈ ഹിന്ദു വോട്ടുകൾ ചോരുന്നതിന് തടയിടുക എന്നുള്ളത് CPMന്റെ ഒരു പദ്ധതിയാണ്. ഇന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CPMന്റെ ജില്ലാ സെക്രട്ടറി R നാസർ ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ കരുതിയത് ഞങ്ങളുടെ ഹിന്ദു വോട്ടുകൾ പോകുമ്പോൾ ഞങ്ങൾക്ക് മുസ്ലിം വോട്ടുകൾ, അദ്ദേഹം ന്യൂനപക്ഷ വോട്ട് എന്നാണ് പറയുന്നത്, പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മുസ്ലിം വോട്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ആ മുസ്ലിം വോട്ടുകൾ കിട്ടുമെന്ന് കരുതി, പക്ഷെ അത് കിട്ടിയില്ല. എന്തുകൊണ്ടായിരിക്കും അത് കിട്ടാത്തത്? ഇതുപോലെയുള്ള നെഗറ്റീവ് ക്യാമ്പയിൻ നടത്തിയാൽ CPMന് ഇവിടെ മുസ്ലിം വോട്ടുകൾ അവർ വിശ്വസിക്കും എന്ന് CPM കരുതുന്നുണ്ടോ? ഈ പലസ്തീൻ വിഷയം വന്നപ്പോൾ അപ്പോൾ റാലി നടത്തുന്നു, അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം, അത് 2019 അതിൻ്റെ അന്ന് അമിത്ഷാ അതിനെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്ന സമയത്ത്, അതായത് പൗരത്വ ഭേദഗതി നിയമം കഴിഞ്ഞാൽ ഇവിടെ പൗരത്വ രജിസ്റ്റർ വരുമെന്നും ക്രോണോളജി സംജിയെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭീഷണി മുഴക്കിയപ്പോൾ അന്ന് അതിനെ കൃത്യമായി
അന്ന് അതിനെ നന്നായി നല്ല രീതിയിൽ ഇവിടെ കേരളത്തിൽ അതിനെ ഒരു ചർച്ചയാക്കിയ ഒരു ചരിത്രം ഞാൻ മറക്കുന്നില്ല. CPM ഉൾപ്പെടെ അതിന് ഞാൻ ശ്ലാഘിക്കുന്നു. പക്ഷേ ഇത്തവണ അത് വീണ്ടും എടുത്തിട്ട് ഉപയോഗിക്കുമ്പോൾ, ഇത്തവണ കേന്ദ്ര സർക്കാർ അതിൽ ചട്ടം കൊണ്ടുവരുമ്പോൾ, ശരിയാണ് അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നൊക്കെ പറയാം, ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, ഒരു ക്യാമ്പയിൻ നടത്താം. പക്ഷേ അതിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള CPM-ന്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പൊളിറ്റിക്സ്, അതെനിക്ക് തോന്നുന്നു കേരളത്തിലെ മുസ്ലിം ശരിയാണ്. അങ്ങനെ ഒരു താങ്കൾ അങ്ങനെ ഒരു റീഡിംഗ് നടത്തിക്കോളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ശ്രീ ആനന്ദ് കൊച്ചുകൂടി, CPIM-ന്റെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാടാണല്ലോ ഫലസ്തീന്റെ കാര്യത്തിലായാലും പൗരത്വ വിഷയത്തിലായാലും എല്ലാം. അവർക്ക് തെരഞ്ഞെടുപ്പുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴുമെല്ലാം അതിലൊരു നിയതമായ നിലപാടുള്ള പാർട്ടിയാണ്. ഫലസ്തീൻ്റെ കാര്യത്തിൽ ലോകത്തെല്ലായിടത്തും ഇടതുപക്ഷ പാർട്ടികൾ എടുക്കുന്ന പൊസിഷൻ എന്താണെന്ന് നമുക്കറിയാം. അതിനെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമായി പരുവപ്പെടുത്തിയ ഒന്ന് എന്ന് വിമർശിക്കുമ്പോൾ കുറച്ച് കടന്നു പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇവിടെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. അദ്ദേഹം ഇതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ എങ്ങനെയാണ് മുസ്ലിം വിരോധം ആളിക്കത്തിച്ച് CPM ജയിച്ചത്, 2021 കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ പേരും കുഞ്ഞാലിക്കുട്ടിയുടെ പേരും ഹസന്റെ പേരും പിന്നെ തങ്ങളുടെ പേരും എല്ലാം ഉപയോഗിച്ച് ഇവിടെ ഒരു ഇസ്ലാമോഫോബിയയുടെ അന്തരീക്ഷം എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് ശ്രീ കുഞ്ഞിക്കണ്ണൻ ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം തന്നെ ഒരു പുസ്തകമൊക്കെ എഴുതി ഇറക്കിയിരുന്നു, അദ്ദേഹത്തിന് നന്നായിട്ട് ഓർമ്മയുണ്ടാകുമല്ലോ. ആ പുസ്തകം ആർക്കെതിരെയായിരുന്നു, അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ്. എന്നാൽ ഇത്തവണ അദ്ദേഹം അതൊന്നും പറയുന്നില്ല. ഇത്തവണ വേറൊരു രീതിയിലാണ്. CPM അതിനെ സകലതിനെയും സാധ്യതയായി മാത്രമേ കാണുന്നുള്ളൂ ഈ കാലത്ത് എന്നാണ് താങ്കളുടെ വിമർശനത്തിന്റെ കാതലെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അപ്പുറത്തേക്ക് പോയിട്ട് വരാം. ശ്രീ ഹനീഫ, മുസ്ലിം വോട്ട് ബാങ്ക് വലിയ തോതിൽ ഇത്തവണ സഹായിക്കും എന്ന് CPIM വിചാരിക്കുന്നു. ആ വിചാരത്തിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം സെന്റിമെന്റ്സ് ഒളിച്ചേർന്നിരിക്കുന്ന വിഷയങ്ങളെ കൂടുതൽ എടുത്ത് ഉപയോഗിക്കാൻ CPM തീരുമാനിച്ചതെന്നാണ് ഒരു ഭാഗത്തുനിന്നുള്ള അനാലിസിസ്. അതാണ് CPM-ന് അതിന് വേറെ മറുപടി കാണും. പക്ഷെ എന്നിട്ടും മൈനോറിറ്റി വോട്ട് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഒരു അഫെക്ഷൻ, ഒരു സഹായം അല്ലെങ്കിൽ ഒരു പിന്തുണ, വിശ്വാസം എന്തുകൊണ്ട് ആർജിക്കാൻ കഴിയാതെ പോയി എന്ന് CPM പരിശോധിക്കുമ്പോൾ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഉത്തരം എന്താണ്? തീർച്ചയായും താങ്കളുടെ നിരീക്ഷണം വളരെ കൃത്യമാണ്. കേരളത്തിൽ ഒരു മുസ്ലിം അനുകൂല നിലപാട് അല്ലെങ്കിൽ ഒരു സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചാൽ അതിൻ്റെ ആനുകൂല്യം മുസ്ലിങ്ങളിൽ നിന്ന് വോട്ടായി ഇടതുപക്ഷത്തിന് കിട്ടുമെന്ന പ്രതീക്ഷ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നു. അത് വോട്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് നമ്മൾ കാണേണ്ട 2-3 അടിസ്ഥാനപരമായ കാര്യങ്ങൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നത്, ഒന്നാമതായി കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഘടനയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഘടന അടിസ്ഥാനപരമായി മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ 2016 മുതൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒന്നാണ്. തെരഞ്ഞെടുപ്പുകൾ ഒരു BJP വിരുദ്ധ രാഷ്ട്രീയമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയമായി ഇപ്പോൾ നിലവിലുള്ളത്. ഒരു പക്ഷത്ത് BJPയും മറുപക്ഷത്ത് ഈ ഇടതുപക്ഷവും UDF-ഉം നിന്നുകൊണ്ടാണ് BJP വിരുദ്ധ രാഷ്ട്രീയത്തിൽ ആർക്ക് വിജയിക്കാൻ കഴിയുമോ അവർക്കാണ് തെരഞ്ഞെടുപ്പുകൾ വിജയിക്കാൻ കഴിയുക എന്നൊരു രീതിയിലേക്ക് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ നമുക്കത് കാണാൻ കഴിയും. മലബാറിലുടനീളം അല്ലെങ്കിൽ കേരളത്തിലുടനീളം തന്നെ മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ മുസ്ലിം സ്വാധീന പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾ കരുതിയിരുന്ന കണ്ണൂർ അടക്കമുള്ള കൊടുവള്ളി, തിരുവമ്പാടി പോലെ, ഈ നിലമ്പൂർ പോലെ, താനൂർ പോലെയുള്ള മണ്ഡലങ്ങളൊക്കെ ആദ്യമായി തോൽക്കുന്നത് കൊടുവള്ളി മാറ്റി നിർത്തിയാൽ ഇടതുപക്ഷം പിടിച്ചെടുക്കുകയാണ് 2016. അത് തന്നെയും ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം ഉണ്ടാവുമെന്ന് പൊതുവെ പ്രതീക്ഷിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഇതുപോലെയുള്ള കേരളത്തിലുടനീളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ മുസ്ലിം സ്വാധീന മണ്ഡലങ്ങൾ ഇടതുപക്ഷം വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കൊച്ചിയിലും കാണാം, തിരുവനന്തപുരത്തും കാണാം, കേരളത്തിലുടനീളം കാണാം. അതിനുശേഷം വന്ന 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇത് നേരെ തിരിയുന്നതാണ് കണ്ടത്. നേരെ തിരിയുന്നതും അത് 12%, ഏകദേശം 12% വോട്ട് വ്യത്യാസത്തിലാണ് ഇടതുപക്ഷത്തെ കോൺഗ്രസ് മുന്നണി UDF ഇവിടെ പരാജയപ്പെടുത്തുന്നത്. അതിനർത്ഥം കേരളത്തിൽ UDF-ൻ്റെയും LDF-ൻ്റെയും ഒരേ വോട്ട് അവർ സമാഹരിക്കാൻ ശ്രമിക്കുന്നത് BJP വിരുദ്ധ വോട്ടുകളാണ്. അതിൻ്റെ പാറ്റേൺ മാറുന്നത് ലോക്സഭയും നിയമസഭയും വരുമ്പോഴാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം BJP വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ കോൺഗ്രസ് വിജയിച്ചു അല്ലെങ്കിൽ UDF വിജയിച്ചു, അതിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു. അത് തന്നെയാണ് ഇത്തവണയും നടന്നിട്ടുള്ളത്. 2021 ഇത് തന്നെയാണ് നടന്നിട്ടുള്ളത്. 2021 നമുക്ക് കാണാം ഈ മുസ്ലിം സ്വാധീനമുള്ള ന്യൂനപക്ഷ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ UDF-ൽ നിന്ന് LDF പിടിച്ചെടുക്കുകയാണ്. അന്ന് ഇതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് ഒരുപക്ഷെ പല മണ്ഡലങ്ങളിലും UDF-ന്റെ സ്ഥാനാർത്ഥികൾ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പാർലമെൻറ്റ് ഇലക്ഷനിൽ ജയിച്ചത്. അതിനുശേഷം 2 വർഷത്തിനകം 2019 നിന്ന് 2021 വരുമ്പോഴേക്കും നേരത്തെ UDF-ൽ നിന്ന് നഷ്ടപ്പെട്ട സീറ്റുകൾ അതിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല.
തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. കണ്ണൂരടക്കം, താനൂരടക്കം, നിലമ്പൂരടക്കമുള്ള മണ്ഡലങ്ങൾ എവിടെയാണോ നിന്നത് അവിടേക്ക് തിരിച്ചുപോയി. എൻ്റെ അർത്ഥം കേരളത്തിൽ UDF ആയിരുന്നാലും ശരി, LDF ആയിരുന്നാലും ശരി, BJP വിരുദ്ധ രാഷ്ട്രീയം വിശ്വാസ്യതയോട് പറയുമ്പോൾ മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിയൂ എന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഗുണഭോക്താവാകാൻ എപ്പോഴും കഴിയുക UDF-നാണ്. കാരണം BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ദേശീയ അടിസ്ഥാനത്തിലുള്ള അതിൻ്റെ നായക സ്ഥാനത്ത് കോൺഗ്രസ് ഉണ്ട്, കോൺഗ്രസ് നയിക്കുന്ന UDF ഉണ്ട്. അതിന്റെ കൂടെ ശരിയാണ്, ദേശീയ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആരാണ് ഗവൺമെന്റ് ഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആലോചനയൊക്കെ ഒരുപക്ഷെ രാഹുലിന്റെ പാർട്ടിയൊക്കെ സഹായിച്ചേക്കാം. പക്ഷെ ഇത്തവണ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പല ഫാക്ടേഴ്സും ഇല്ലല്ലോ. രാഹുൽ ഗാന്ധി ആദ്യമായി വരുന്നു, ദേശീയ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഇതാ വന്നേക്കുമെന്നൊരു വികാരം ഉണ്ടാവുന്നു, ശബരിമല പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത്തവണ പക്ഷെ അതൊന്നുമില്ല. മുസ്ലിം ഫാക്ടർ എടുക്കുകയാണെങ്കിൽ ആരാണ് മോദിയോട് ശരിയായി ചോദ്യങ്ങൾ ചോദിക്കുന്നവർ? ആരാണ് ശരിയാവണ്ണം രാഷ്ട്രീയ സ്ഥൈര്യത്തോടെ മോദിയെ എതിർക്കുന്നവർ? അത് ഞങ്ങളാണെന്ന് സ്ഥാപിക്കാൻ CPIM-നും ഇടതുപക്ഷത്തിനും കഴിയുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഈ കാലത്തുണ്ടായിരുന്നു. നമുക്കറിയാം, രാമക്ഷേത്രത്തിൻ്റെ, പൗരത്വ നിയമത്തിൻ്റെ, അല്ലെങ്കിൽ പല വിധത്തിലുള്ള ഹിന്ദുത്വ പ്രോജക്റ്റിലോട് സംസാരിച്ചതാരാണ്, ലോക്സഭയിൽ എഴുന്നേറ്റ് നിന്നത് ആരാണെന്ന ചോദ്യത്തിന് ആത്മാഭിമാനത്തോടെ ആൻസർ പറഞ്ഞുകൊണ്ടാണ് CPM ന്യൂനപക്ഷത്തെ സമീപിച്ചത്. എന്നിട്ടും അവർക്ക് അവിടെ ഒരു എഡ്ജ് എടുക്കാൻ, അല്ലെങ്കിൽ പോട്ടെ ഒരു ന്യായമായ സ്പേസ് എടുക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ പിന്നിൽ ഈ പറയുന്ന സംസ്ഥാന ഭരണത്തിൻ്റെ അഡീഷണൽ ഫാക്ടർ പ്രവർത്തിച്ചു എന്ന് വിചാരിക്കണോ? അതോ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്ക് എന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണോ? തീർച്ചയായും അത് രണ്ട് ഘടകങ്ങളും ഒരേപോലെ പ്രവർത്തിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമതായി, പ്രചരണ തലത്തിൽ മാത്രമാണ് താങ്കൾ പറഞ്ഞ ആനുകൂല്യങ്ങൾ LDF-ന് അല്ലെങ്കിൽ CPM-ന് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. അത് പ്രചരണ തലത്തിൽ മാത്രമേ നിലനിന്നിട്ടുള്ളൂ. മുസ്ലിം സമുദായം ഒരു ന്യൂനപക്ഷ സമുദായം എന്ന നിലയിൽ BJP-യുടെ അതിരുകവിഞ്ഞ അധികാര പ്രയോഗം, അമിതാധികാരത്തോടുള്ള അതിൻ്റെ ആശങ്കകൾ BJP-യെ ഈ തവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയില്ലെങ്കിൽ ഇനിയൊരു അവസരം ഉണ്ടാവില്ല. അങ്ങനെ ധാരാളം നിരീക്ഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പാണ്, ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് എന്ന തരത്തിലുള്ള ധാരാളം പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനനുസരിച്ച് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിങ്ങളുടെ വോട്ടുകൾ സമാഹരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. UP-യിലൊക്കെ അത്തരം പരിശോധനകൾ നടത്തി കഴിഞ്ഞാൽ മനസ്സിലാവും. അത്തരം ധാരാളം വിശകലനങ്ങൾ വരുന്നുണ്ട്. മുസ്ലിങ്ങൾ എൻ ബ്ലോക്കായി പിന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിന് വോട്ട് ചെയ്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള വിജയം പല സംസ്ഥാനങ്ങളിൽ ഉണ്ടായത് എന്നുള്ള നിരീക്ഷണങ്ങൾ പുറത്തു വരുന്നത്. ഭരണവിരുദ്ധ വികാരം പിണറായി വിജയൻ നിയമസഭയിൽ പറയുന്നത് കേരളത്തിലുണ്ടായിട്ടുള്ളത് ഇടതുപക്ഷത്തിന് സീറ്റുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലായ തെരഞ്ഞെടുപ്പല്ല, മറിച്ച് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള പൊതുവികാരത്തിൻ്റെ പ്രകടനമാണ് ഇവിടെ കണ്ടത്. അതുകൊണ്ട് CPM-നെ ആളുകൾ വാഷ് ഔട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ നടന്നിട്ടുള്ള ഒരു പരിപാടിയായിട്ട് കാണേണ്ടതില്ല. സത്യത്തിൽ മേജർ ഫാക്ടർ ആൻറ്റി മോദി സംഗതിയാണ്. അതിൻ്റെ ഇത്തവണത്തെ ചാമ്പ്യൻ, അല്ലെങ്കിൽ ഇത്തവണ കൂടി ചാമ്പ്യൻ കോൺഗ്രസ് ആയി അല്ലെങ്കിൽ UDF ആയി എന്ന് വിചാരിച്ചാൽ മതി. അപ്പുറത്തേക്ക് CPM-ന് എന്തോ ഗുരുതരമായ കുഴപ്പം പറ്റിപ്പോയി എന്ന നിലയ്ക്കുള്ള ഒരു വായനയുടെ സാധ്യത ഇല്ല എന്നാണ് ഹനീഫ പറയുന്നത്. അങ്ങനെയാണോ? തീർച്ചയായും 2019 ഇതിനേക്കാൾ കൂടിയ മാർജിൻ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. എറണാകുളം നിയോജകമാണ്, എറണാകുളം പാർലമെൻറ്റ് മണ്ഡലം. 2.5 ലക്ഷം വോട്ട്, ഒരുപക്ഷെ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം, ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം, 2.5 ലക്ഷം വോട്ടിനാണ് ഹൈബി ഈഡൻ എറണാകുളത്ത് നിന്ന് ജയിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് 2019 നേടിയ വോട്ടുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 1 ലക്ഷത്തോളം വോട്ട് UDF-ൻ്റെ വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട്. 1 ലക്ഷത്തോളം വോട്ടുകൾ തൃശ്ശൂരിൽ കഴിഞ്ഞ പ്രാവശ്യം 4 ലക്ഷത്തിലധികം വോട്ടുകളാണ് UDF സ്ഥാനാർത്ഥി നേടിയത്. അത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം അതേ സംഗതി ഇപ്പുറവും സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായതിൻ്റെ ഗുണഭോക്താവാകാൻ അതിൻ്റെ പ്രതിപക്ഷ പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായി ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രയോജനം കിട്ടേണ്ടത് UDF-നായിരുന്നു. UDF-ന് ആ അർത്ഥത്തിൽ വോട്ട് വർദ്ധിച്ചിട്ടില്ല. 8 ലക്ഷത്തോളം വോട്ടുകൾ 2019 താരതമ്യപ്പെടുത്തുമ്പോൾ UDF-ന് ചോർന്നു പോയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കണക്കുകൾ എപ്പോഴും അങ്ങനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് LDF-ൻ്റെ വോട്ടുകൾ ഒന്നടങ്കം ചോർന്നു പോയി, നഷ്ടപ്പെട്ടു. അതേസമയം നമ്മൾ കാണുന്ന 5-6% വോട്ടിൻ്റെ പോളിംഗിൽ വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ അനുകൂലികൾ, ശക്തരായ ഇടതുപക്ഷ അനുകൂലികൾ വോട്ട് ചെയ്യാതെ മാറി നിന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ആന്റി ഇൻകംബൻസിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായി ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഭരണവിരുദ്ധത കൂടി പരിശോധിക്കേണ്ട ഒരു ഘടകമാണ് എന്നാണ് സൂചിപ്പിച്ച പോലെ വളരെ വിശദമായി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പോരാളി ഷാജിയോട് ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം. അല്ല KT, 2 കാര്യങ്ങളാണ് ഈ മറ്റു പാനലിസ്റ്റുകൾ പറഞ്ഞത്. ഒന്നാമത്തേത്,
മുസ്ലിം സെൻറ്റിമെൻറ്റ്സ് ഉള്ള വിഷയങ്ങൾ, സ്വാഭാവികമായും മുസ്ലിം സെൻറ്റിമെൻറ്റ്സ് ഉള്ള വിഷയങ്ങളെ നിങ്ങൾ പൊതുവായി മാനവികതയുടെ പ്രശ്നം നിലയ്ക്ക് കാണുന്ന പാർട്ടികളാണ് ഇടതുപക്ഷ പാർട്ടികൾ. അവ എപ്പോഴും റേസ് ചെയ്യുന്ന പാർട്ടികളാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പൗരത്വ വിഷയം പോലെയുള്ള, ഫലസ്തീൻ പോലെയുള്ള പ്രശ്നങ്ങളെ കവിഞ്ഞുപയോഗിക്കുക വഴി ഒരു മൈനോറിറ്റി സ്വീകാര്യത ഉണ്ടാക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചു. അത് ബാക്ക് ഫയർ ചെയ്തു, തിരിച്ചടിച്ചു, അത് കൗണ്ടർ പ്രൊഡക്റ്റീവായി വിരുദ്ധ ഫലം ഉണ്ടാക്കി എന്നാണ്. രണ്ടാമത്തേത്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന പരിശോധന നിങ്ങൾ നടത്തുന്നുണ്ടോയെന്ന്. രണ്ടാമത്തേത് ഈ പറഞ്ഞ കാര്യമാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ ബ്ലോക്കായി മത്സരിക്കുന്നു, കോൺഗ്രസിന് സ്വാഭാവികമായും ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു എഡ്ജുണ്ട്. അപ്പോൾ നിങ്ങളാവട്ടെ ഇവിടെ കോൺഗ്രസിനെ അവമതിക്കാൻ, രാഹുൽ ഗാന്ധിയെ എന്താ പറയുന്നത് ഡീമോഷൻ ചെയ്യാൻ നിങ്ങൾ ഒരു ആക്രമണോത്സുകമായ സമീപനം എടുത്തു. അതും ഈ പറഞ്ഞ പോലെ തിരിച്ചടിച്ചു. ഇത് രണ്ടും പരിശോധിക്കേണ്ട വിഷയമായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ എല്ലാ ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ബൂർഷ കോൺഗ്രസ് പാർട്ടി പോലുള്ള പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ പാർട്ടി പരിപാടികളിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന വിഷയമാണ് മൈനോറിറ്റി വിഷയം. CPM-ൻ്റെ പാർട്ടി പരിപാടിയുടെ 5-ാം ഭാഗം നിങ്ങൾ എടുത്തു നോക്കൂ. അതിൽ 7, 8, 9 ഈ ഭാഗങ്ങളൊക്കെ തന്നെ എന്താണ്? രാജ്യത്തിൻ്റെ മതനിരപേക്ഷത. അതിനെതിരായിട്ട് BJP അധികാരത്തിൽ വരുമ്പോൾ മാത്രമല്ല, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ന്യൂനപക്ഷ പരിരക്ഷാ വ്യവസ്ഥകൾ, ഇന്ത്യയിൽ ഭരണവർഗങ്ങളിൽ ഹെജിമണിയുള്ള സവർണജാതി വർഗങ്ങൾ ഒരു കാലത്തും എന്തായിട്ടില്ല, നടപ്പാക്കാൻ അനുവദിച്ചിട്ടില്ല. അത്തരം നിരവധി വിഷയങ്ങൾ പരിപാടിപരമായി തന്നെ ഞങ്ങളുടെ ഒരു പ്രോഗ്രാമറ്റിക്കായ സമീപനമാണ് ന്യൂനപക്ഷങ്ങളുടെ പരിരക്ഷ, ഭരണഘടനാപരമായ അവകാശങ്ങൾ പരിരക്ഷിക്കുക എന്നുള്ളത്. മോഡി സർക്കാർ അധികാരത്തിൽ വരുന്നത് വഴി എന്താണ്? അവരുടെ വിചാരധാരയൊക്കെ പറയുന്ന രീതിയിൽ ഉന്മൂലനം ചെയ്യേണ്ട, ഉച്ചാടനം ചെയ്യേണ്ട ആഭ്യന്തര ശത്രുക്കളാണ് മുസ്ലിങ്ങൾ എന്ന് മാത്രമല്ല, 2001 ശേഷം സാർവദേശീയ തലത്തിൽ തന്നെ ഇസ്ലാമോഫോബിയെ ഒരു രാഷ്ട്രീയ തന്ത്രമാക്കിക്കൊണ്ടാണ് ലോകത്തെല്ലായിടത്തുമുള്ള മൂലധന ശക്തികൾ അതാത് രാജ്യങ്ങളിലെ ഭൂരിപക്ഷ വർഗീയതയോ വംശീയതയോ കൂട്ടുപിടിച്ചുകൊണ്ട് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഭൂരിപക്ഷ മതത്തിൻ്റെ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഇതാ സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു, ഇതാ നമ്മുടെ അമ്മമാരുടെ മംഗല്യസൂത്രം പൊട്ടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു. ഈ രീതിയിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ മൈനോറിറ്റി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട, ആ ജനത നേരിടുന്ന അരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഒരു ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് കാണണം. ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷ പ്ലാറ്റ്ഫോമാണ്. ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് CPM എല്ലാ കാലത്തും ഒന്നാടിതൊട്ടെ നോക്കൂ. ഇതിനകത്ത് CPIM-നകത്തുള്ള ആളുകൾ, CPIM-ൻ്റെ അണികൾ, വർക്കേഴ്സ് ആൻഡ് സിമ്പതൈസേഴ്സ്, അവർ ഈ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകുമ്പോൾ അല്ലെങ്കിൽ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഈ പോളിസിയെ സംബന്ധിച്ച് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ അതിൻ്റെ കുഴപ്പം ആർക്കാണ്? അല്ല, അത് നമ്മൾ കാണേണ്ടത് CPM എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാർട്ടിസാൻ അടിത്തറയുണ്ട്. പാർട്ടിക്കാരായ പാർട്ടി ബോധത്തിൽ നിൽക്കുന്ന ആളുകൾ. അല്ലാതെ നിഷാദും ദാവൂദും ചർച്ച ചെയ്തില്ലേ ഔട്ട് ഓഫ് ഫോക്കസിൽ ഏതോ ഒരാളിട്ട ഒരു വോയിസ് ക്ലിപ്പോ അല്ലെങ്കിൽ അയാളുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പോ എടുത്തിട്ടില്ല. CPM-ൻ്റെ നിലപാടിനെ, നയത്തെ നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CPM എന്ന് പറയുന്നത് വിശാല ബഹുജനങ്ങളുണ്ട്. അതിൽ അടുത്ത കാലത്ത് വന്ന ആൾക്കാരുണ്ടാകും, വേണ്ടത്ര രാഷ്ട്രീയ ബോധമൊന്നും ഇല്ലാത്ത ആളുകളുണ്ടാകും. പല തരത്തിൽ അവരുടെ സാമ്പത്തികവും സാമൂഹിക ജീവിതത്തിൽ പാർട്ടി നടന്ന ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് പാർട്ടി സിമ്പതൈസായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടായും. അവരിൽ നിന്നുള്ള അഭിപ്രായത്തെ എടുത്തുകൊണ്ടാണോ, അതിനെ പ്രധാനമായ അടിസ്ഥാനമാക്കിക്കൊണ്ടാണോ നമ്മളൊരു നിലപാട് സ്വീകരിക്കേണ്ടത്? CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിലും CPM ഏറ്റെടുത്തിരിക്കുന്ന CAA ആയാലും ഈ 370-ാം വകുപ്പായാലും പലസ്തീൻ ഇഷ്യൂ ആയാലും അതൊരു ന്യൂനപക്ഷ പ്രീണന പ്രശ്നമല്ല. കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ തോന്നും. ഞങ്ങൾക്കതൊരു ന്യൂനപക്ഷ പ്രശ്നമല്ല. ഞങ്ങൾ സാർവദേശീയ തലത്തിൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിനും സ്വയംനിർണ്ണയത്തിനും വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ഞങ്ങളുടെ എല്ലാ ജനസമൂഹങ്ങളുടെയും സ്വയംനിർണ്ണയം, അവരുടെ സ്വാതന്ത്ര്യം, ഇതൊക്കെ വളരെ പ്രധാനമാണെന്ന് ചിന്തിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ. അപ്പോൾ പലസ്തീൻ ഇന്നല്ലല്ലോ, 1948 മുതൽ കഴിഞ്ഞ 76 വർഷക്കാലമായ ആ ജനതക്കെതിരായി നടത്തുന്ന നിഷ്ഠൂരമായ അതിക്രമങ്ങൾക്ക്, അടിച്ചമർത്തലുകൾക്കെതിരായിട്ട് ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യവാദികൾ ഒന്നിച്ചു നിന്നിട്ടുണ്ട്. ഞാൻ 80കളുടെ ആദ്യം ഇവിടെ സുജനവാലും ഞാനും ഒക്കെ ഒന്നിച്ചിട്ട് ക്യാമ്പയിനുകൾ നടത്തിയിട്ടുള്ളതാണ്, യോഗങ്ങൾ നടത്തി. ഒന്നാം ഇൻവിത്തതയുടെ കാലത്ത് നിഷാദെ ഈ കോഴിക്കോട് നഗരത്തിൽ ഞങ്ങൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടനം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ ജനതയോട് എല്ലാ കാലത്തും ഞങ്ങൾ ഐക്യദാർഢ്യപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ ജനതയോടുള്ള ആ ഐക്യദാർഢ്യത്തെ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ ഏതെങ്കിലും ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണെന്ന് എങ്ങനെയാണ് നിങ്ങളങ്ങനെ ലഘൂകരിച്ച് കാണുക? അത് ഞങ്ങളുടെ ഒരു ആദർശാത്മകമായ നിലപാടിനെ, ഞങ്ങളുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യലാണ്.
പക്ഷേ സാധാരണ ജനങ്ങൾക്കിടയിൽ CPM-ന് പരാജയം പറ്റിയത് ഈ CAA കൂടുതൽ ഏറ്റെടുത്തുകൊണ്ടാണോ, നമ്മളെന്താണ് ഇത് ഏറ്റെടുക്കുക എന്നൊക്കെ ഉള്ള സാധാരണ വർത്തമാനങ്ങൾ ഉണ്ടാകാം. ആ സാധാരണ വർത്തമാനങ്ങൾ ഒരു പാർട്ടിയുടെ നിലപാടായി എടുക്കരുത്. ഹിന്ദുത്വം ഒരു പൊതുബോധമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ സാഹചര്യവും ഒരു കേരളീയ സാഹചര്യവുമുണ്ട്. ആ അപകടത്തെക്കുറിച്ച് ഏറ്റവും കോൺഷ്യസ് ആയിട്ടുള്ള പാർട്ടികളിൽ ഒന്നാണ് CPM എന്ന് നിങ്ങൾ കാണണം. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ശുദ്ധ പ്രയോജന മാത്രവാദം മാത്രമാണ്. അവർ CAA-യുടെ കാര്യത്തിൽ മിണ്ടാതിരിക്കും, ചട്ടങ്ങൾ ഇറക്കുമ്പോൾ മിണ്ടാതിരിക്കും. അവരെന്താണ് ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും ഒക്കെ താങ്ങേണ്ടത്. ഞങ്ങൾക്ക് അങ്ങനെ ശുദ്ധ പ്രയോജനം, ഞങ്ങളൊരു ആദർശാത്മകമായ ഒരു അടിസ്ഥാനത്തിലുള്ള നിലപാട് എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങളെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കാണുന്ന അതിനെ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ അതിനെ ലളിതവൽക്കരിച്ച് കാണരുത്, അതിനെ ലഘൂകരിച്ച് കാണരുത്. ഇന്ന് സാർവദേശീയ തലത്തിൽ തന്നെ ഗസ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ ഇന്ത്യ പോലുള്ളൊരു സമൂഹത്തിൻ്റെ പ്രശ്നം എന്താണ്? ഈ യാസർ അറാഫത്തിനെ സഹോദരനായി കണ്ട് അയാൾക്ക് കൽപ്പിതമായ ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ എന്ന പദവി കൊടുത്ത് ഡൽഹിയിൽ നയതന്ത്ര കാര്യാലയം തുറന്നു കൊടുത്ത ആൾക്കാരാണ് നമ്മൾ. ആ പാരമ്പര്യത്തിൽ നമ്മൾ എത്രയോ പിറകോട്ട് പോയിരിക്കുന്നത്. അങ്ങനെ പിറകോട്ട് പോകുന്ന ഒരു കാലത്ത് പലസ്തീൻ ജനതയോട് ഉറച്ച ഐക്യദാർഢ്യം എന്നും സൂക്ഷിക്കുന്ന പ്രസ്ഥാനങ്ങളെ നിങ്ങൾ എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ CPM എന്തോ ഒരു പ്രീണനം നടത്തിപ്പോയി എന്ന ഒരു ആത്മപരിശോധനയിലേക്ക് പോവേണ്ടതില്ല എന്നാണ് ആ പാർട്ടി മനസ്സിലാക്കുന്ന ഒരു ഘടകം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ആനന്ദ് കൊച്ചുകുടി, നമ്മളിപ്പോൾ ഈ വിഷയം ഇന്ന് എടുക്കാൻ നമ്മളെ പ്രചോദിപ്പിച്ച ഒരു ഘടകം ഈ പോരാളി ഷാജി പോലെയുള്ള സോഷ്യൽ മീഡിയയിലെ ഗ്രൂപ്പുകൾക്കെതിരായി CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി നടത്തുന്ന സ്റ്റേറ്റ്മെൻ്റാണ്. സത്യത്തിൽ ഈ അത്തരം പോരാളി ഷാജി സംസ്കാരത്തെ CPM തള്ളിപ്പറയാനുണ്ടാവുന്ന ഒരു ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ എന്തായിരിക്കുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? പൊതുവെ പാർട്ടിയെ അനുകൂലിക്കുകയും പാർട്ടിക്കാരെ സംരക്ഷിക്കുകയും ചെയ്തു പോരുന്ന ഒരു സമീപനമാണ് ഈ പോരാളി ഷാജിക്കൊക്കെ ഉള്ളത്, അവരുടെ പല ഗ്രൂപ്പുകൾക്കുള്ളത്. ഇപ്പോൾ പക്ഷേ ഒരു ഓഡിറ്റിംഗ് സ്വയം നടത്തേണ്ടതുണ്ട്, ഭരണത്തെ വിലയിരുത്തേണ്ടതുണ്ട്, പാർട്ടിക്കാരുടെ അവരുടെ സമീപനത്തെ, അവരുടെ എന്താ പറയുന്നത്, അഹങ്കാരം പോലുള്ള വാക്കുകൾ അവർ ഉപയോഗിക്കുന്നത്, അതൊക്കെ തിരുത്തണം എന്നാണ് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവർ. അതായിരിക്കുമോ ഈ പെട്ടെന്ന് ഈ പോരാളി ഷാജിക്കെതിരെ സംസാരിക്കാൻ ഈ പാർട്ടിയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് എന്ന് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, അത് തന്നെയാണ് ഇവിടെ CPM-നെ ആരും വിമർശിക്കരുത്. വിമർശിക്കുന്നവരെല്ലാം വലതുപക്ഷ പിന്തിരിപ്പന്മാരാണ്, സാമ്രാജ്യത്വ ശക്തികളാണ്, അല്ലെങ്കിൽ മറ്റ് സംഘപരിവാർ അനുകൂലികളാണ്. ഇങ്ങനെയൊക്കെ ചാപ്പയടിക്കുന്ന ഒരു പരിപാടിയാണല്ലോ സ്ഥിരം CPM-നുള്ളത്. അപ്പോൾ ഈ പോരാളി ഷാജിമാർ അവർ തന്നെ തീറ്റിപ്പോറ്റുന്ന സൈബർ സംഘങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് അവർക്ക് സഹിക്കുമോ? അവരുടെ കർത്തവ്യം എന്ന് വെച്ചാൽ പിണറായിക്ക് സ്തുതി പാടുക, ഇപ്പോൾ ജയരാജന് സ്തുതി പാടുക. ജയരാജൻ അവിടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിനും മറ്റേ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അവിടെ മത്സരിപ്പിച്ചത് തന്നെ വോട്ടുകൾ ചോരാതിരിക്കാനാണ്. പക്ഷേ അവർ കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ ശ്രീ ഹനീഫ പറഞ്ഞ കണക്ക് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും കാസർഗോഡ് കണ്ണൂരും ഒക്കെ CPM-ന്റെ ഏറ്റവും പാർട്ടി ഗ്രാമങ്ങൾ എന്ന് അറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ CPM-ന് വോട്ട് ചോർച്ച ഗണ്യമായിട്ടുണ്ടായത് ഇത്തവണയാണ്. കഴിഞ്ഞ തവണ അവർക്ക് ശരിയാണ് 35% കൂപ്പുകുത്തി. അവിടെ നിന്ന് വീണ്ടും 33.34, അതായത് കേരളത്തിലെ 1/3 വോട്ടിലേക്ക് CPM എന്ന അല്ലെങ്കിൽ LDF എന്ന മുന്നണി ചുരുങ്ങി. ഇപ്പം എറണാകുളത്തെ കണക്ക് അദ്ദേഹം പറഞ്ഞത് അവിടെ ഹൈബിക്ക് കഴിഞ്ഞ തവണ കൂടുതൽ വോട്ട് കിട്ടിയത്. പക്ഷേ വേറൊരു കണക്ക് ഞാൻ പറയാം. രാജീവിന് അവിടെ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടും ഇത്തവണത്തെ ഷൈൻ ടീച്ചർക്ക് കിട്ടിയ വോട്ടും ഒന്ന് നോക്ക്. ഇത്തവണ ഹൈബിയുടെ വിജയ മാർജിൻ, അദ്ദേഹം വിജയിച്ച മാർജിനും ഷൈൻ ടീച്ചർക്ക് കിട്ടിയ വോട്ടുകളും തമ്മിലുള്ള വ്യത്യാസം, അദ്ദേഹത്തിന് മാർജിനാണ് കൂടുതൽ. എറണാകുളം നിയോജക മണ്ഡലം, അതായത് എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിൽ BJP-യും CPM-ഉം തമ്മിലുള്ള വ്യത്യാസം വെറും 2000 വോട്ടാണ്. അത് CPM അത് പഠിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇങ്ങനെ പോയാൽ ഇവിടെ എറണാകുളം പോലെയുള്ള ഒരു ജില്ലയിൽ പോലും ഇവിടെ BJP-ക്ക് കടന്നു കയറാൻ പറ്റുക എന്ന് വെച്ചാൽ അത് വലിയ അത്ഭുതമാണ്. എനിക്ക് പോലും വലിയ അത്ഭുതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് തിരിച്ചു വരാം, കാരണം അല്ലെങ്കിൽ ഇത് ഓഡിയൻസിനും എല്ലാവർക്കും കൺഫ്യൂഷനാവും. ഇവിടെ സാധാരണ CPM കാലാകാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, എൻ്റെ ഒരു അനാലിസിസ് ആണ്, ഞാൻ പഠിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്. 80-കൾ തൊട്ടുള്ള കാര്യം ആയിട്ടെങ്കിലും ഞാൻ കാണുന്നു അതിനെ. അതായത് ഇവിടെ 87 തെരഞ്ഞെടുപ്പിൽ തത്വാധിഷ്ഠിത രാഷ്ട്രീയം എന്ന് പറഞ്ഞ് EMS മുന്നോട്ട് വെച്ച ഒരു കാര്യമുണ്ടല്ലോ. അന്ന് ശരിക്കും ഒരു ഭൂരിപക്ഷ വർഗീയതയാണ് CPM അന്ന് ഉപയോഗിച്ചത്. അതിൻ്റെ തെളിവെന്താണെന്ന് വെച്ചാൽ ഈ 80-ൽ BJP ഉണ്ടാക്കിയതിന് ശേഷം സംഘപരിവാർ BJP-യുമായിട്ട് തെറ്റിയുന്ന സമയത്ത് അവർ ഒരു ഹിന്ദു മുന്നണി ഉണ്ടാക്കിയിരുന്നു. അത് കേരളത്തിലുണ്ടായിരുന്നു, തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നു. ആ കേരളത്തിൽ ആ മുന്നണി 7% കൂടുതൽ വോട്ട് പിടിച്ച തെരഞ്ഞെടുപ്പാണ് 1987. കേരളത്തിൽ ആദ്യമായിട്ട് ഹിന്ദുത്വ
സംഘടനകൾക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയത്. ചരിത്രത്തിൽ ആദ്യമായി കുമ്മനം രാജശേഖരൻ എന്ന അന്നത്തെ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ നിയമമണ്ഡലത്തിൽ, അന്ന് അത് തിരുവനന്തപുരം വെസ്റ്റോ അങ്ങനെ എന്തോ ആയിരുന്നു, ആ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് എത്താൻ അന്ന് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിന് ശേഷം 91ലേക്ക് വന്നപ്പോൾ അത് മറിച്ച് പ്ലേറ്റ് തിരിക്കുന്നു. അന്ന് സദ്ദാം ഹുസൈനെ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് ഉയർത്തി കാണിക്കുന്നു. ഇവിടെ CPM ആഗോള വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഇന്റർനാഷണൽ രാഷ്ട്രീയത്തിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് നിലപാടുകൾ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അവർക്ക് ഈ അധസ്ഥിത വർഗത്തോട് കൂടെ നിൽക്കുന്നതും ന്യൂനപക്ഷങ്ങളുടെ കൂടെ നിൽക്കുന്നതും ഒക്കെ നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നു. പക്ഷെ അതിനെ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ കത്തിക്കുക, ആ കത്തിച്ച് വോട്ടാക്കുക എന്നുള്ള ഒരു തന്ത്രം ഈ 87-ലെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ശേഷം 91-ൽ ന്യൂനപക്ഷ വർഗീയത, അത് ന്യൂനപക്ഷ വർഗീയത എന്ന് തന്നെ ഞാൻ വിളിക്കും. കാരണം ഭൂരിപക്ഷ വർഗീയത എന്ന് വിളിക്കാമെങ്കിൽ ന്യൂനപക്ഷ വർഗീയത എന്നും വിളിക്കാം എന്ന് 91-ൽ സദ്ദാം ഹുസൈനെ വെച്ച് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നു. പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റിയത് രാജീവ് ഗാന്ധിയുടെ കൊലപാതകം, അസാസിനേഷനാണ്. അതിനുശേഷം ഭരണം നഷ്ടമാകുന്നു. അല്ലെങ്കിൽ വീണ്ടും അന്ന് തുടർഭരണം 2021 മുൻപേ കിട്ടിയിരുന്നതിന് 91-ൽ. അതിന് ശേഷം വീണ്ടും CPM ഇതുപോലെയുള്ള പല തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ കൂ എന്നൊക്കെ പറഞ്ഞ് ഇതിനു മുൻപ് ഇവിടെ ഇടതുപക്ഷ നേതാക്കൾ ഇവിടെ NSSന്റെ SNDPയുടെയും പുറകെ പോയ ചരിത്രമുണ്ട്. ഇവിടെ കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടിയുടെ ഭരണം ആണെന്ന് ഉള്ള കാര്യത്തിൽ 2011 മുതൽ 16 വരെയുള്ള തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അന്ന് ഇവിടുത്തെ CPM നേതാക്കൾ അതിൻ്റെ കുട പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ VS അച്യുതാനന്ദൻ വർഗീയ രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട്. അതിനൊക്കെ ശേഷം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴാണ് ഇത് മറ്റൊരു തരത്തിൽ ഇവിടെ ഇസ്ലാമോഫോബിയ വളർത്തുന്ന രീതിയിൽ ആ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത്. മലബാറിൽ പൗരത്വ ഭേദഗതി നിയമ വിഷയം പത്രങ്ങളിൽ മുൻപേജിൽ വരുത്തുന്നു, പരസ്യം കൊടുക്കുന്നു. എന്നാലോ ഇവിടെ മധ്യ കേരളത്തിൽ ദീപിക പത്രത്തിൽ മണിപ്പൂർ വിഷയമാണ് ഇത്തവണ മുൻപേജിൽ പരസ്യം കൊടുക്കുന്നത്. ജനങ്ങൾ ഇതൊക്കെ കാണുകയല്ലേ. ഈ CPMന്റെ ഒരേ സമയം ഞാൻ ഇതുവരെ ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ കണ്ടത് CPM ഏതെങ്കിലും ആ ഒരു സമയത്ത് നിലനിൽക്കുന്ന വികാരം മുതലെടുക്കാൻ അതിനെ കത്തിക്കുന്ന ആ വർഗീയത, ഭൂരിപക്ഷ വർഗീയത അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത, അതിനെ കത്തിച്ച് വോട്ട് വാങ്ങുന്ന ഒരു സമീപനം CPM പണ്ട് തൊട്ടേ ഉണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം നിഷാദ് പറയാം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സവിശേഷമായ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അതായത് CPM 2 വർഗീയതയും ഉപയോഗിച്ചു. വടകരയിൽ ഭൂരിപക്ഷ വർഗീയത ഉപയോഗിച്ചപ്പോൾ കേരളത്തിൽ മറ്റ് മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ വർഗീയത അല്ലെങ്കിൽ അത് എന്താ പറയുക പലസ്തീനെ വോട്ടാക്കി മാറ്റാനും പൗരത്വ ഭേദഗതി നിയമത്തെ വോട്ടാക്കി മാറ്റാനും നോക്കിയപ്പോൾ വടകരയിൽ മാത്രം അത് ഒരേ സമയം വടകരയിലുണ്ടായിട്ടുള്ള വിവാദങ്ങളുടെ സ്വഭാവം മാറ്റി നിർത്തിയാൽ ഈ ഫലസ്തീൻ വിഷയം അല്ലെങ്കിൽ ഈ പൗരത്വ വിഷയം പോലുള്ള സെന്റിമെന്റ്സിനെ പ്രയോജനപ്പെടുത്തുക, അതിനെ വർഗീയത പ്രയോജനപ്പെടുത്തുക എന്നതിലേക്ക് എടുക്കുന്ന എന്ന പ്രയോഗത്തിൽ എന്ന പ്രയോഗത്തിൽ എനിക്കൊരു പ്രശ്നം തോന്നുന്നുണ്ട്. അത് ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഞാനൊന്ന് CPMലേക്ക് വരുന്നതിന് മുമ്പേ വോട്ടുകളുടെ കാര്യം പറഞ്ഞല്ലോ, ഒറ്റ സെക്കൻഡ്. ഇഷ്യൂസ് എല്ലാം വർഗീയമാണെന്ന് പറയുന്നത് നിഷാദെ RSS നിലപാടാണ്. ആനന്ദ് കൊച്ചുകൂടി കുറച്ചും കൂടി സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇത്തരം വിഷയങ്ങൾ അങ്ങനെ താങ്കളെപ്പോലൊരു മാധ്യമ പ്രവർത്തനം അങ്ങനെ ലളിതവൽക്കരിച്ച് ഫലസ്തീൻ സെന്റിമെന്റ്സ് ഒരു ആഗോള സെന്റിമെന്റ്സ് ആണ്. അതിനകത്ത് ലെഫ്റ്റിന് ഒരു പൊസിഷൻ ഉള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ വർഗീയത എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. അതിനെ ഉപയോഗിച്ചതിലെ പ്രശ്നം താങ്കൾ ചൂണ്ടിക്കാണിച്ചാൽ അവർ മറുപടി പറയട്ടെ. അതിന് മുമ്പ് ഹനീഫ, മുസ്ലിം പോപ്പുലേഷൻ്റെ വിശ്വാസ്യത എടുക്കുന്നതിൽ വന്നിട്ടുള്ള പ്രശ്നം എന്താണ്? അത് നോക്കൂ, ഒരേപോലെ ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ കുറച്ചുകൂടി ഷാർപ്പായി അവർ ആൻറ്റി മോഡി ലൈൻ സംസാരിക്കുകയും രാമക്ഷേത്ര വിഷയത്തിലടക്കം ഈ ലോക്സഭയിൽ അല്ല രാജ്യസഭയിൽ സംസാരിക്കുന്ന ബ്രിട്ടാസിനെയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തവണ അതിൻ്റെ പ്രയോജനം കിട്ടുമെന്ന് CPM ശരിക്കും വിചാരിക്കുകയും ചെയ്തു. കോൺഗ്രസിൽ നിന്നാവട്ടെ വലിയ തോതിൽ ആളുകൾ അപ്പുറത്ത് പോകുന്നതിൻ്റെ കഥ നിരന്തരം കേൾക്കുകയും ചെയ്യും. എന്നിട്ടും മുസ്ലിം പോപ്പുലേഷൻ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞില്ല. ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടാകുന്നെങ്കിൽ അതിനകത്ത് CPMനെ പോലെ ലെഫ്റ്റിനെ പോലെ പാർട്ടിക്ക് പങ്കാളിത്തം ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന പൊളിറ്റിക്കലായ മനുഷ്യന്മാരുള്ള കമ്മ്യൂണിറ്റി കൂടിയാണല്ലോ. എന്നിട്ടും എന്ത് സംഭവിച്ചതാണ്? എന്നെ ഒരു സംശയം ചോദിക്കുകയാണ്. ഇപ്പം കേരളത്തിൽ CPMന് ഭരണമുണ്ട്. അപ്പോൾ ആഭ്യന്തര വകുപ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു മൈനോറിറ്റിയുടെ ഒരു കൺസേൺ ആണ്. അവിടെ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുത്വ ഇൻവേഷനെ അല്ലെങ്കിൽ ഈ ഹെയ്റ്റിനെ എങ്ങനെ തടയുന്നു എന്ന ക്വസ്റ്റ്യൻ ഇത്തവണ മുസ്ലിങ്ങൾ കാര്യമായി എടുത്തിട്ടുണ്ടോ? അതൊരു ഘടകമായിരിക്കുമോ? തീർച്ചയായും. ഞാൻ നല്ല ഒരു വ്യക്തമായ ഒരു ഉദാഹരണം ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം, തൃശ്ശൂരിൽ എങ്ങനെയാണ് തിരുവനന്തപുരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തൃശ്ശൂരിൽ NDA ജയിക്കാനുള്ളതിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് അവിടെ ആരാണ് NDA വിരുദ്ധ അല്ലെങ്കിൽ BJP വിരുദ്ധ സ്ഥാനാർത്ഥി എന്നതിലുള്ള ആശയക്കുഴപ്പമാണ്.
അവിടെ അത് സുനിൽകുമാറാണ് എന്ന് വ്യക്തത ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ദുർബലനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായും സുനിൽകുമാറിന് അനുകൂലമായ പോളിംഗ് അവിടെ നടക്കുമായിരുന്നു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ. അതല്ലെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വിജയസാധ്യത, BJPക്കെതിരെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി മുരളീധരനായിരുന്നെങ്കിൽ ഈ മുരളീധരന് അനുകൂലമായ ഒരു പോളറൈസേഷൻ നടക്കുമായിരുന്നു. അവിടെ ആശയക്കുഴപ്പമുണ്ടായി. ആരാണ് BJPയെ തോൽപ്പിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പം അവിടെ BJPയെ ജയിപ്പിച്ച ഒരു പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. ഇതാണ് പറയുന്നത്. ഇതാണ് കേരളത്തിൽ സംഭവിക്കുമായിരുന്ന ഒരു കാര്യം. ഈ BJPക്കെതിരെ ഇടതുപക്ഷം ഒരു ഭാഗത്തും കോൺഗ്രസ് ഒരു ഭാഗത്തും നിന്ന് ശക്തമായ പ്രചരണം നടത്തുമ്പോൾ തന്നെ ഈ രീതിയിൽ വോട്ട് ചോർന്നു പോകരുത് എന്നൊരു ജാഗ്രത മറ്റെല്ലാ മണ്ഡലങ്ങളിലും മുസ്ലിംകൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, താങ്കൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെയും ഒക്കെ തുടർച്ചയായി ഉണ്ടായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ, ഒരുപാട് കേസുകൾ, ഞാനത് ഉദാഹരണങ്ങൾ പറയുന്നില്ല, പാലത്തായി അടക്കം, റിയാസ് മൗലവി അടക്കം, KM ബഷീറിൻ്റെ അടക്കമുള്ള നിരവധി പ്രശ്നങ്ങളിൽ, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നീതി കിട്ടിയില്ല എന്ന വികാരം പൊതുവെ മുസ്ലിം സമുദായത്തിലുണ്ട്, ചെറുപ്പക്കാർക്കിടയിലുണ്ട്, പുതുതലമുറകൾക്കിടയിലുണ്ട്, സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കിടയിൽ ധാരാളമായിട്ടുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട്. അത് പ്രവർത്തിച്ചിട്ടുണ്ട്. രണ്ട് തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ വോട്ട് ചോർന്നു പോയിട്ടുണ്ട്, രണ്ടാമതായി വോട്ട് പോൾ ചെയ്യാതെ പോയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇടതുപക്ഷത്ത് നിന്ന് BJPയിലേക്ക് വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട്. ഇവിടെ ആനന്ദ് നേരത്തെ സൂചിപ്പിച്ച വളരെ കൃത്യമാണ്. 2,50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഹൈബിക്ക് കിട്ടുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് 2,30,000 വോട്ടുകളെ കിട്ടിയിട്ടുള്ളൂ. മാത്രമല്ല, നേരത്തെ കിട്ടിയതിൽ നിന്ന് 1,00,000-ഓളം വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട്. ഈ കണക്കുകൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചത് ഇടതുപക്ഷത്തിൽ നിന്ന് വോട്ട് ചോർന്ന പോലെ UDFൽ നിന്ന് വോട്ട് ചോർന്നിട്ടുണ്ട് എന്ന് പറയാൻ മാത്രമാണ്. അതല്ലാതെ ഇടതുപക്ഷയുടെ എന്താ പറയുക, സുശക്തമായ നിലയിൽ തിരിച്ചു വരും അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയാനല്ല. ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം, മുസ്ലിങ്ങളുടെ സമീപനം, മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ പ്രചരണങ്ങളിൽ അവർ വീണിട്ടില്ല. ഈ പ്രചരണങ്ങൾ കേവല പ്രചരണങ്ങൾ മാത്രമാണ്. അതിനേക്കാൾ അവർ വിശ്വസിച്ചത് കോൺഗ്രസിൻ്റെ നിലപാട്, പ്രത്യേകിച്ച് കേരളത്തിൽ കോൺഗ്രസിനേക്കാൾ അവർ വിശ്വസിച്ചത് ദേശീയ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ ഇന്ത്യ ബ്ലോക്ക് അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ BJP വിരുദ്ധ രാഷ്ട്രീയത്തെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും വിരുദ്ധം. അങ്ങനെ ഒരു വികാരം പൊതുവെ കേരളത്തിൽ ഉണ്ടായിരിക്കെ ആ കോൺഗ്രസിനെയും ആ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനെയും ഒരു കടന്നാക്രമിക്കുന്ന ലൈൻ എടുത്താൽ അതൊരു സ്ട്രാറ്റജിക് ബ്ലണ്ടറായി പോകും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ അതാണ്, തർക്കമില്ല. പക്ഷേ ഒരു നാഷണൽ ഇലക്ഷനിൽ അതിൽ കേന്ദ്രീകരിക്കുക, അവരെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുക എന്നത് അത്ര സുഖകരമായി വർക്ക് ചെയ്യാത്ത ഒരു പൊസിഷനായിരിക്കുമോ? ആ പ്രശ്നം ഉണ്ടോ ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് ഭാവിയിലും. അല്ല, ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ദേശീയ തലത്തിൽ ഞങ്ങളെടുത്ത ഒരു ഐക്യമുന്നണി തന്ത്രത്തെ കോൺട്രഡിക്റ്റ് ചെയ്യും ഇവിടുത്തെ ഞങ്ങളുടെ മത്സരം. അത് സ്വാഭാവികമായിട്ടാണ്. ഞങ്ങളും കോൺഗ്രസും UDFും LDFും എത്തപ്പെട്ട ഒരു വിഷമസന്ധിയാണത്. ഞങ്ങൾ പരസ്പര സൗഹൃദത്തിൽ മത്സരിച്ചാൽ അതിൻ്റെ രാഷ്ട്രീയമായ പരിണതി എങ്ങനെയായിരിക്കും BJPക്ക് അനുകൂലത ആവുക എന്ന ആശങ്ക ഞങ്ങൾക്കുണ്ട്, കോൺഗ്രസിലെയും ചിന്തിക്കുന്ന ആളുകൾക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഹിസ്റ്റോറിക്കലായ ഒരു റിയാലിറ്റിയാണ് UDFും LDFും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങളൊന്ന് സഹകരിച്ച് മത്സരിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എന്നാൽ അതേ സമയത്ത് എന്താണ്, കോൺഗ്രസിനാണെങ്കിൽ എന്താണ് ഒരു പ്ലസ് പോയിൻ്റ് ഉള്ളത്, അവർ ദേശീയ തലത്തിൽ ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ്. CPM ആണെങ്കിൽ പല വിഷയങ്ങളിലും കോൺഗ്രസിനേക്കാൾ വ്യക്തവും നിശിതവുമായ നിലപാടുണ്ട്. കോൺഗ്രസ് പലപ്പോഴും ഹിന്ദുത്വമായിട്ട് സറണ്ടർ ചെയ്യുന്ന പാർട്ടിയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആനന്ദ് കൊച്ചുകൂടി ഇവിടെ CPMനെ വിമർശിക്കാൻ വേണ്ടി ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയാം, അദ്ദേഹത്തിന് എത്രയോ ചർച്ചകൾ പറഞ്ഞിട്ടുണ്ട്. സറണ്ടർ ചെയ്യുന്ന, അവരുമായിട്ട് കോംപ്രമൈസ് നിലപാടിലാണ്. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. പക്ഷേ ഇതിലെല്ലാം അപ്പുറത്താണ്, തൽക്കാലം BJPയെ മാറ്റി നിർത്തണം, മോഡിക്ക് 400 സീറ്റ് കിട്ടരുത്, ഭരണഘടന ഭേദഗതി ചെയ്യരുത്. ഈ വികാരം ദേശീയ തലത്തിലെന്ന പോലെ കേരളത്തിലും ശക്തമാണ്. അതുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ എടുത്തൊരു തീരുമാനത്തെ ഒരു മോശമായ ഒരു തീരുമാനമായിട്ട് ഞങ്ങളാരും കാണുന്നില്ല. ജനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ അത് മോശമാണെന്ന് പറയുന്ന ഒരു നിലപാട് ഞങ്ങൾക്കില്ല. പക്ഷേ അതിനേക്കാളേറെ നമ്മളെല്ലാം ആശങ്കയോട് കൂടുന്ന കാര്യം, BJPക്ക് വോട്ട് ഷെയർ ഉണ്ടാകുന്നു, BJP വളരുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് കേരളത്തിന്റെ മതനിരപേക്ഷ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട തോൽവി എന്നത് ഒരു മഹാ വീഴ്ച എന്നതിലേക്കല്ല ഇടതുപക്ഷം അതിനെ കാണുന്നത്. പക്ഷേ എങ്ങനെ വലതുപക്ഷത്തിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞു എന്നതിനെ കുറിച്ചുകൂടി സീരിയസ് ആയി അഡ്രസ്സ് ചെയ്യും. അപ്പോൾ ഇതിലേക്ക് എല്ലാ വിഷയങ്ങളും കടന്നു വരും എന്നതാണ്. അപ്പോൾ CPM എങ്ങനെയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത് നോക്കാം. സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. താങ്ക് യു KT, ഒപ്പം ആനന്ദ് കൊച്ചുകൂടി, മുഹമ്മദ് ഹനീഫായി ചർച്ചയിൽ പങ്കെടുത്തതിന്.